നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യാത്രയിലായിരുന്നു. കാസർഗോഡുള്ള പ്രശസ്ത ചെസ് യൂട്യൂബറായ അഷ്റഫിനെയും സുഹൃത്തുക്കളെയും കാണാനായിരുന്നു യാത്ര. യാത്രക്കിടയിൽ അഷ്റഫിനെ മാത്രമല്ല, കാസർഗോഡിലെ ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സിൽ ഒരാളായ ബദ്രൂഖാനെയും ജസ്റ്റിനെയും ഗൗതമിനെയും ജോർജിനെയെല്ലാം കാണാനും അവരോടൊപ്പം 3-4 ദിവസം ചിലവഴിക്കാനും കഴിഞ്ഞു. അവരുടെ വിശേഷങ്ങളിലേക്ക് പിന്നീട് വരാം. നമുക്ക് ആദ്യം ഇന്നത്തെ ഗെയിമിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ സ്വിസ് ചെസ് പ്ലേയേഴ്സായ ജൊനാഥൻ ഗാസ്റ്റും എഡ്വിൻ ഫെൻറ്റും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ജൊനാഥൻ വൈറ്റ് സൈഡും എഡ്വിൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സ്വിസിലെ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D4 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് E5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ ഒരട്ട കൂടെ കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ B5ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റിപ്പിൾ വേണമെങ്കിൽ A6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അങ്ങനെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാൻ അവസരം കിട്ടും. അതുകൊണ്ട് ആദ്യം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം D6 ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആ നൈറ്റിന് സേഫ് ആയിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് നൈറ്റിനെ A3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ രണ്ട് നൈറ്റുകളും പോൺ വെച്ച് ഫോർക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഉള്ളത്. ബ്ലാക്ക് അതിന് തന്നെ ശ്രമിക്കുകയാണ്. ആദ്യം B6 മൂവ് ചെയ്യുന്നു. ഇങ്ങനൊരു ഫോർക്ക് വരുന്നതിന് മുമ്പായിട്ട് വൈറ്റ് നൈറ്റിനോടൊന്ന് മാറ്റാണ്. നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പിന്നിങ്ങിലുള്ള നൈറ്റിനെതിരെ ഒരറ്റ കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇനി വേണമെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് നൈറ്റ് വിട്ടാനും ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കാനും അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് C3 മൂവിച്ചുകൊണ്ട് ആ പോൺ മുന്നോട്ട് വരുന്നത് തടയുന്നതോടൊപ്പം നൈറ്റിന് മൂവിയുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G5ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസം ചെയ്യുന്നു. ഇവിടെ വൈറ്റ് A4 മൂവിച്ചുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് A5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ എന്തായാലും ഇനി വൈറ്റ് കിങ്സിലേക്ക് കാസിൻ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ഈ F5 ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം കിങ്ങിനെ ഈ ബിഷപ്പിന്റെ ഡയഗണലിൽ നിന്നും H8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസിൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. F5 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടുന്നു. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിലും വൈറ്റ് ഇപ്പോൾ റൂക്കിനെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം ബ്ലാക്കിന്റെ കിങ്സിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് H7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ആ നൈറ്റിന് ഇപ്പോൾ നൈറ്റിന്റെ സപ്പോർട്ടുണ്ട്. വൈറ്റ് ഇവിടെ ആദ്യം റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ A3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോടൊന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ H5ലേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു ഡബിൾ അറ്റാക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക് മേറ്റിന് സാധ്യതയുണ്ട്. അതുപോലെ ക്വീന് വെച്ച് E5 പോകുന്നൊരു അറ്റാക്കും ഉണ്ട്. ബ്ലാക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കുകയാണ്. E4 മൂവ് കൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും C2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ ബിഷപ്പിന്റെ ഡയഗണൽ വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C4 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടയോ അല്ലെങ്കിൽ പോൺ വെച്ച് നൈറ്റ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് E4 പോണിട്ടുകൊണ്ട് ഇങ്ങനൊരു ഡബിൾ അറ്റാക്ക് കൊടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം റൂക്കിനെ B8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B2 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ പ്രശ്നം വൈറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ പരിഹരിക്കുകയാണ്. ക്വീനെ E5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ B2 പോണിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഈ H7 പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് D5 പോണിനെ വെട്ടിയെടുക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പിൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാകും ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നില്ല. ആദ്യം നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു.
വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു പോൺ ലാഭമുണ്ട്. വൈറ്റ് ഇവിടെ ഒരു പോണിനെ കൂടെ ലാഭം നേടിയെടുക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് E4 പോണിനെ കൂടെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന്റെ B2 പോണിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് ആ പോണിനെ എടുക്കുന്നു. വൈറ്റ് ക്വീനെ D4 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ B4 കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ആ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ A7 മൂവ് ചെയ്തുകൊണ്ട് A5 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ചെയ്യുന്ന ഓരോ മൂവിന് പിന്നിലും രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഇത്തവണ അതുപോലൊരു മൂവ് ബ്ലാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ F4 കൊണ്ടുവന്ന് പാസ്ഡ് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ആ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് വീണ്ടും രണ്ട് ഉദ്ദേശങ്ങളോടുകൂടി ഒരു മൂവ് ചെയ്യുകയാണ്. ക്വീൻ വെച്ച് A5 പോണെടുത്തുകൊണ്ട് ഒരു പോണിനെ നേടിയെടുക്കുന്നതോടൊപ്പം റൂക്കിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഈ ഒരു മൂവോടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റിന് ഒരു പോൺ കൂടെ ലാഭം കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം റൂക്കിനെതിരെ അറ്റാക്ക് വന്നു. അറ്റാക്കുള്ള പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതൊരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ കൂടെയാണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് പോണുകൾ ലാഭമുള്ളതുകൊണ്ടും ഇവിടെ ഒരു പാസ്ഡ് പോണുള്ളതുകൊണ്ടും എൻഡ് ഗെയിമിൽ അത് വൈറ്റിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ക്വീനെ B8 കൊണ്ടുവന്ന് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ എപ്പോഴും രണ്ട് പോണുകൾ ലാഭമുള്ളതുകൊണ്ട് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഗെയിം വൈറ്റിന് അനുകൂലമാകും. അതുകൊണ്ട് വൈറ്റ് അതിന് തന്നെ ശ്രമിക്കുകയാണ്. ക്വീനെ A7 കൊണ്ടുവന്ന് വീണ്ടും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ഇപ്പോഴും രണ്ട് ഉദ്ദേശങ്ങളോടുകൂടിയാണ് വൈറ്റ് ഈ മൂവ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിഞ്ഞു. രണ്ടാമത് പ്രധാനപ്പെട്ട ഈ 7ാം നിര ഇപ്പോൾ വൈറ്റിന്റെ കൺട്രോളിലാണ്. വൈറ്റിന്റെ ബിഷപ്പിന് ഇപ്പോഴും H7 സ്ക്വയറിലേക്ക് കൺട്രോളുണ്ട്. ഇനി ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഈ ക്വീൻ 7ാം നിരയിലുള്ളത് വളരെയധികം ഉപയോഗപ്പെടും. എന്നാൽ ഇത്തവണ ബ്ലാക്ക് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇനി ബ്ലാക്കിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അടുത്ത രണ്ട് മൂവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഓരോ മൂവിന് പിന്നിലും രണ്ട് ഉദ്ദേശങ്ങളുമായി കളിച്ചപ്പോൾ ബ്ലാക്കും രണ്ട് ഉദ്ദേശങ്ങളോടുകൂടി തന്നെയാണ് ഓരോ മൂവും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ പാസ്ഡ് പോണിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രമല്ല, അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ബ്ലാക്ക് അതിലേക്ക് വരികയാണ്. ആദ്യം നൈറ്റിനെ E2 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H1 മൂവ് ചെയ്യേണ്ടി വരുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്. ആ മൂവ് എന്നവിടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് നേരത്തെ ക്വീനെ B8 കൊണ്ടുവന്നത് ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, അതിനു പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് അതിലേക്ക് തന്നെ വരികയാണ്. ക്വീൻ വെച്ച് H2 പോണെടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവ് ഒന്നോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തേ വേറെ വഴിയില്ല. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റൂക്ക് H4 ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ രണ്ട് സ്കോറിലേക്കും നൈറ്റിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. ഓരോ മൂവിന് പിന്നിലും ഒന്നിലധികം ഉദ്ദേശങ്ങളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.